മഹാനായ അബ്ദുറഹ്മാൻ സുദൈസി ഇമാം ഒരിക്കൽ തന്റെ ജുമുഅ ഖുത്ബയിൽ ഒരു കുട്ടിയുടെ കഥ പറയുകയുണ്ടായി. മഹാവികൃതിയായ ഒരു കുട്ടിയുടെ കഥ. അവൻ താമസിച്ചിരുന്നത് മക്കയിലായിരുന്നു. എല്ലാ ദിവസവും അവന്റെ വികൃതി കാരണം അവന്റെ ഉമ്മ വഴക്ക് പറഞ്ഞു മടുത്തു. അങ്ങനെ ഒരു ദിവസം വീട്ടിലേക്ക് വരുന്ന അതിഥികൾക്ക് ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കവേ ആ കുഞ്ഞുകുട്ടി ആ ഭക്ഷണത്തിൽ അല്പം മണ്ണ് വാരിയിട്ടു. സഹിക്കവയ്യാതെ അവന്റെ ഉമ്മ അവനെ ശപിക്കുകയുണ്ടായി. എന്തും പറഞ്ഞാണ് ശപിച്ചതെന്നറിയാമോ? അള്ളാഹു നിന്നെ മക്കത്തെ ഇമാമാക്കട്ടെടാ എന്നും പറഞ്ഞായിരുന്നു ശപിച്ചത്. ഇത് പറഞ്ഞതിന് ശേഷം വിങ്ങിപ്പൊട്ടിക്കൊണ്ട് തൻ്റെ മുന്നിലുള്ള ജനങ്ങളോട് അദ്ദേഹം ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്കറിയുമോ ആ കുട്ടി ആരാണെന്ന്? നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്ന ഈ അബ്ദുറഹ്മാനാണ് ആ കുട്ടി. മക്കളുടെ വികൃതി കാണുമ്പോൾ എത്ര ദേഷ്യം വന്നാലും ആ സമയത്ത് ശാപവാക്കുകൾ നാം ഉച്ചരിക്കരുത്. ചില സമയത്ത് നാം പറയുന്ന വാക്കുകൾ അത് ചിലപ്പോൾ സ്വീകരിച്ചേക്കാം. അതുപോലെ മക്കളുടെ വിഷയത്തിൽ മാതാപിതാക്കളുടെ ദുആ അള്ളാഹു മറയില്ലാതെ സ്വീകരിക്കുന്നതാണ്. എത്ര ദേഷ്യം വന്നാലും ആ സമയം നല്ല വാക്കുകൾ പറഞ്ഞ് കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. മക്കൾക്ക് വേണ്ടി, അവരുടെ നല്ലതിനു വേണ്ടി ദുആ ചെയ്യുക.